സിറിയയിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രധാന സൈനിക താവളവും ആയുധങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്ര ഗവേഷണ കേന്ദ്രവും മറ്റ് 4 സ്ഥലങ്ങളും ശനിയാഴ്ച രാത്രി ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു. ഇതിൽ 2 സ്ഥലങ്ങളിൽ നടന്ന ആക്രമണത്തെ സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് തടഞ്ഞു എന്ന് പറഞ്ഞാലും 14-ൽ കൂടുതൽ പേരാണ് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരിൽ 3-4 പേർ IRGCയുടെ പ്രധാന ഉദ്യോഗസ്ഥരാകുമെന്നാണ് റിപ്പോർട്ട്. തെഹ്റാനിൽ ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നു. ഒരു മോശമായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് സിറിയയിൽ വെച്ച് ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചത്. ഇതിലൂടെ ഇസ്രായേലിന്റെ വൻ പദ്ധതി പുറം ലോകത്തിന് മുൻപിൽ തുറന്നുകാട്ടി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമുക്കറിയാം. ശാസ്ത്ര ഗവേഷണ പഠന കേന്ദ്രം CERS എന്ന് പറയും. സിറിയയിലെ മയാസോ മേഖലയിൽ സർക്കാർ നടത്തുന്ന ഒരു പ്രധാന ഗവേഷണ കേന്ദ്രമാണിത്. ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഗവേഷണ കേന്ദ്രം കൂടിയാണിത്. ഇത്തരമൊരു ഗവേഷണ കേന്ദ്രത്തിന് നേരെ ശനിയാഴ്ച രാത്രി ഇസ്രായേൽ നേരിട്ട് ആക്രമണം നടത്തി. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ഈ ഭാഗത്ത് 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. സിറിയയിലെ മയാസോവ്, ഹോമ എന്നിവയ്ക്ക് പുറമെ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള 4-5 പ്രദേശങ്ങളിൽ വലിയ സ്ഫോടനം നടന്നിട്ടുണ്ട്. തുടർന്ന് സമീപത്തുള്ളവർ സ്ഫോടന ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ലബനന്റെ വ്യോമാതിർത്തിയിൽ നിന്ന് ഇസ്രായേലിന്റെ വ്യോമസേന ഞങ്ങളുടെ പ്രദേശങ്ങൾ ആക്രമിച്ചതായി സിറിയയിലെ സർക്കാർ നടത്തുന്ന മാധ്യമ സ്ഥാപനമായ സന റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ വ്യോമാക്രമണം 5 മേഖലകളിൽ വലിയ സ്ഫോടനത്തിന് കാരണമായി. ഇവയിൽ 2 മേഖലകളിൽ നടന്ന ആക്രമണം വളരെ മോശമായിരുന്നു. 4-5 സ്ഥലങ്ങളിലാണ് ഇത് സംഭവിച്ചതെങ്കിലും ഹോമയിലും മയാസോവിലും നടന്ന ആക്രമണം വളരെ മോശമായിട്ടാണ് കാണുന്നത്. കാരണം ഈ മേഖലയിലാണ് CERS പ്രവർത്തിക്കുന്നത്. ഇത് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതിനും സിറിയയിലെ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ നൽകുന്നതിനും ഇറാന്റെ ധനസഹായത്തോടെ സിറിയയിലെ ചില സായുധ സംഘങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നതിനും തുടങ്ങി സിറിയയുടെ രാഷ്ട്രീയത്തിലും ഇസ്രായേൽ ലബനം തമ്മിലുള്ള യുദ്ധത്തിലും ഈ CERSന്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഏകദേശം 1 വർഷത്തിൽ മാത്രം $300 ബില്യൺ ആയുധങ്ങൾ സിറിയയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ, അത് ഹമാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ആകട്ടെ, കരിഞ്ചന്തയിലൂടെയോ നിയമവിരുദ്ധമായ വഴികളിലൂടെയോ അവർക്കിത് പോകുന്നുണ്ട്. സിറിയയിലെ ആയുധ സൗകര്യങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് കാണിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില മിസൈലുകൾ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. അതിലെ ചില പേരുകൾ ഞാൻ പറയാം. ഇവർ ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ടോ? ഇത്തരം സൗകര്യങ്ങൾ ഇവർക്ക് ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല. ബാലിസ്റ്റിക് മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം ഫട്ട 313 SRBM, ഷബാബ് 1 SRBM, ഷബാബ് 2 SRBM, സെലക് SRBM എന്നിവ ലൈസൻസോടെയാണ് നിർമ്മിക്കുന്നത്. M600 SRBM, മയാസൂൾ SRBM, ഗോളൻ 1, ഗോളൻ 2 SRBM ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇത് ഇവർ തന്നെ നിർമ്മിക്കുന്നതാണ്. അതുമാത്രമല്ല ഗോലാൻ 400 MLRS, ഗോലാൻ 300 MLRS മൾട്ടി ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ലൈസൻസ് വാങ്ങി നിർമ്മിക്കുന്നുണ്ട്. ഫലക് 1, ഫലക് 2 MLRS സംവിധാനങ്ങൾ ലൈസൻസോടെ സിറിയയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇറാന് ഇവർ എത്രമാത്രം സഹായങ്ങൾ ചെയ്തുവെന്ന്. പ്രത്യേകിച്ചും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എത്രത്തോളം ആയുധങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന്. കൃത്യമായി പറഞ്ഞാൽ 1969 മുതൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1971 മുതൽ ഈ ആയുധ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. 2001 സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് 1996 മുതൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ന്യൂക്ലിയർ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് നിർമ്മിക്കുന്നുവെന്ന് CIA ഒരുപാട് തവണ വാർണിംഗ് നൽകിയിട്ടുണ്ട് ഇവർക്ക്. ഈ സ്ഥലം ആക്രമിക്കാൻ നിരവധി ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 2018-2022 ഇസ്രായേലി വ്യോമസേന നേരിട്ട് സിറിയയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുകയും ഈ സ്ഥലം ആക്രമിക്കാൻ അവരുടെ വിമാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റാനുള്ള കാരണം ഇത് വെറും ആയുധ സൗകര്യങ്ങൾ മാത്രമുള്ള സ്ഥലമല്ല. ഇറാന്റെ പല ഉദ്യോഗസ്ഥരും ഇറാന്റെ ചില സായുധ അംഗങ്ങളും ഇവരുടെ എല്ലാം ബേസ് ഈ സ്ഥലവും ചുറ്റുമുള്ള പ്രദേശവുമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. തങ്ങളുടെ അംഗങ്ങളെ പാർപ്പിക്കുക മാത്രമല്ല, തങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് ആയുധമാക്കി അത് നേരിട്ട് ഹിസ്ബുള്ളയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടം ഒരു ഹബ്ബായി മാറിയെന്ന് തന്നെ പറയാം. ഇത്രയും വലിയ തോതിലുള്ള ആയുധങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് നേരിട്ട് ലാൻഡ് റൂട്ടുകളിലൂടെ ഹിസ്ബുള്ളയ്ക്ക് വളരെ കാലമായി വിതരണം ചെയ്യുന്നുമുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ 2-3 ആഴ്ച മുൻപ് പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകാൻ സിറിയയിൽ നിന്ന് ഈ ബെക്ക താഴ്വരയിലൂടെ ലബനിലേക്ക് വന്ന 4 ട്രക്കുകൾ ഇസ്രായേൽ ആക്രമിച്ചുവെന്ന്. ആ ആയുധങ്ങളും ഇതേ ആയുധശാലയിൽ ഉൽപ്പാദിപ്പിക്കുകയും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയ്ക്ക് നൽകുകയും ചെയ്തതായിരുന്നു. അതുമാത്രമല്ല
ജോർദാനിൽ ഇസ്രായേലിനെതിരെ ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. സിറിയയിലും നിരവധി സംഘടനകളുണ്ട്. ഇവർക്കെല്ലാം ഇവിടെ നിന്നാണ് ആയുധങ്ങൾ എത്തുന്നത്. സനയുടെ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അവർ ലബനന്റെ വ്യോമാതിർത്തിയിൽ നിന്നാണ് ആക്രമണം നടത്തിയത്. സിറിയയുടെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല. കാരണം സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം സജീവമാണ്. അത് കാരണം ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പോൾ ആക്രമണം നടത്തിയ ആ പ്രദേശത്ത് റഷ്യയുടെ റഡാർ 24/7 സജീവമാണ്. ഈ പ്രദേശവും റഡാർ സോണിലായിരിക്കും. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ കയറി ആക്രമിക്കേണ്ടതില്ല. നാളെ റഷ്യയുമായി ഇസ്രായേലിന് ഒരു പ്രശ്നം ഉടലെടുക്കാം എന്നതുകൊണ്ടായിരിക്കാം ഇസ്രായേൽ അകത്ത് കയറി ആക്രമിക്കാത്തത്. പക്ഷെ ഇതിനെല്ലാം പുറമെ അവർ ലബനന്റെ വ്യോമാതിർത്തി ഉപയോഗിച്ചതിന്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവരിവിടെ നിന്ന് സർഫസ് ടു എയർ മിസൈൽ സജീവമാക്കി അതിലൂടെ അകത്തേക്ക് വന്ന എയർ ലോഞ്ച്ഡ് മിസൈലുകളെ നിർവീര്യമാക്കിയെന്ന്. ഇസ്രായേലിന്റെ വിമാനങ്ങൾ ലബനന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് വളരെ സാധാരണമായ കാര്യമാണ്. ഇസ്രായേലിന്റെ വ്യോമാതിർത്തിക്കെതിരെ ലബനൻ സർക്കാർ വലിയ തീരുമാനമൊന്നും എടുക്കാനും പോകുന്നില്ല. അതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ സിറിയയ്ക്ക് ഒരു സൂചനയും നൽകാൻ പാടില്ല. നമ്മുടെ വിമാനങ്ങൾ അകത്ത് കടന്നാൽ തീർച്ചയായും വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കരുത്. അങ്ങനെ ഒരു സൂചന നൽകുന്നതിന് പകരം അവർ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് സിറിയയെ ആക്രമിക്കാൻ ലബനിൽ നിന്നുള്ള ദീർഘദൂര എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ഉപയോഗിച്ചു. ആദ്യ റിപ്പോർട്ട് പ്രകാരം 5 പേർ മാത്രമാണ് മരിച്ചത്. 35 മുതൽ 40 വരെ ആളുകൾ സാരമായി പരിക്കേറ്റുവെന്നും സന റിപ്പോർട്ട് വന്നു. എന്നാൽ CNN പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ 6 പേർ സ്ത്രീകളാണ്. എന്നാൽ ഇതിൽ ഇറാന്റെ IRGC അംഗങ്ങളുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല. ഏപ്രിൽ മുതൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. ദമാസ്കസിലെ ഇറാന്റെ എംബസി ആക്രമിച്ചു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനെതിരെ വലിയ മിസൈൽ ആക്രമണം നടത്തി. തുടർന്ന് ഇസ്രായേൽ ടെഹ്റാനിൽ ഇസ്മായിൽ ഹാനിയെ കൊന്നു. ഇങ്ങനെ 2 രാജ്യങ്ങളും ഒരു യുദ്ധത്തിന്റെ വളരെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ ഇസ്രായേലിന് ഇപ്പോ ഇവരെ ആക്രമിക്കേണ്ട ഒരു കാരണവുമില്ല. ഒരുപക്ഷെ ഇസ്രായേലിന് ഒരു വലിയ ഇന്റൽ ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ പക്കൽ വൻതോതിലുള്ള ആയുധങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഇൻപുട്ട് ലഭിച്ചിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ പക്കൽ രാസായുധങ്ങളോ ജൈവായുധങ്ങളോ ഇറാൻ നൽകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കണം. അതിനാൽ മൊസാദിന്റെ പ്രവർത്തനം വളരെ വ്യക്തമായി ഇതിലൂടെ കാണാൻ കഴിയും. ഇസ്രായേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. മറുവശത്ത് ഇറാന് പരോക്ഷമായി തന്നെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുമുണ്ട്. കാരണം ഇത് ദമാസ്കസിൽ സംഭവിച്ചതിന് സമാനമായ ഒരു സാഹചര്യമാണ്. ഇറാന്റെ IRGC അംഗങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. അതുമാത്രമല്ല ഇറാൻ ധനസഹായം നൽകുന്ന സ്ഥാപനത്തെയും ആക്രമിക്കുകയാണ്. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിൽ ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും? അല്ലെങ്കിൽ മുൻപ് നടന്ന സംഭവങ്ങളോട് ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും? ഇതൊന്നും നമുക്ക് ഊഹിക്കാനേ കഴിയുന്നില്ല. കാരണം ഇറാൻ ഇപ്പോൾ വളരെ നിശബ്ദമാണ്. അതിനാൽ നമുക്കൊന്നും പറയാനും സാധിക്കുന്നില്ല. IRGC ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങൾ ആക്രമിക്കപ്പെട്ടതായി അവർ സമ്മതിച്ചു. എന്നാൽ ഇതിനോടുള്ള അവരുടെ പ്രതികരണം എന്തായിരിക്കും? വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്നും പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രായേൽ തീർച്ചയായും വടക്കൻ മുന്നണി തുറക്കും. ഇന്നലെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു. നോർത്തേൺ ഫ്രണ്ടിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന്. ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് 100,000 പേരെ ഞങ്ങൾ തിരികെ കൊണ്ടുവന്നു. അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അധികകാലം നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അവരെ വീടുകളിലേക്ക് അയക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം. ഈ സംഭവത്തിന് ശേഷം ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് കുറഞ്ഞു തുടങ്ങിയതായി തോന്നുന്നു. ഒരുപക്ഷെ ഹമാസ് ശാന്തരായിരുന്ന് വലിയ ആക്രമണമോ വലിയ ചെറുത്തുനിൽപ്പോ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരിക്കാം. അതോ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വഴി ഹമാസിന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതായും ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഗാസയിലേക്കുള്ള ഇസ്രായേലിന്റെ ശ്രദ്ധ കുറയുമ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വലിയ പ്രശ്നത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇറാൻ ഇതിനും പ്രതികരിച്ചില്ലെങ്കിൽ അത് അറബ് ലോകത്ത് മാത്രമല്ല ഇറാനിൽ വിശ്വസിക്കുന്ന പല രാജ്യങ്ങളിലും ഇറാന്റെ പ്രശസ്തി നശിപ്പിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.